പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു പാർട്ടി സംവിധാനമാണ് CPM എന്ന് പറയുന്നത്. നമുക്കറിയാം 1964 CPM പിളർന്നതിനെ തുടർന്ന് 1964 മുതൽ 2026 വരെ നമ്മൾ കേരള രാഷ്ട്രീയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോയും വന്നും ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് CPM. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. ആ പാർട്ടിയുടെ പൊതുമണ്ഡലത്തിലുള്ള ആഴത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചിട്ട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇത്തവണ ഒന്നുകൂടി അത് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തൂണിലും തുരുമ്പിലുമുള്ള ഓംനിപൊട്ടൻ്റ് ഓംനിപ്രസൻറ്റുമായിട്ടുള്ള ഒരു പാർട്ടി എന്ന് മാത്രമേ ഞാൻ ആ പാർട്ടിയെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, പാർട്ടി വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് നയങ്ങൾക്ക് കാരണഭൂതമായിട്ടുള്ള ഒരു പാർട്ടിയാണ് അധികാരത്തിലിരിക്കുന്നത്. അതായത് ഭൂപരിഷ്കരണം മുതൽ സാക്ഷരതാ പ്രസ്ഥാനം, വികേന്ദ്രീകരണം ഉൾപ്പെടെ വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 50% സീറ്റുകൾ സ്ത്രീകൾക്ക് എന്നുള്ളത് ഉൾപ്പെടെ ഒരു പിടി വിപ്ലവകരമായിട്ടുള്ള നയസമീപനങ്ങൾ തങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടി. ഇപ്പോൾ ആ പാർട്ടി കേരളത്തിൽ 10 വർഷക്കാലമായി നിരന്തരമായി അധികാരത്തിൽ ഇരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരായി പ്രവർത്തിച്ചിരുന്ന അധികായന്മാരായിട്ടുള്ള നേതാക്കന്മാരെ കുറിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് EMS മുതൽ CH കണാരനുണ്ടായിരുന്നു, EK നയനാരുണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അധികായന്മാരുടെ കൂട്ടത്തിൽ ഞാൻ പിണറായി ചേർക്കുന്നില്ല. ഇപ്പോൾ ഒരു 2-3 വർഷക്കാലമായി ആ കസേരയിൽ MV ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താൻ ഇരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പരമോന്നത സ്ഥാനത്താണെന്ന് അദ്ദേഹത്തിന് ആ ചിന്ത അദ്ദേഹത്തിനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. EMSും CH കണാരനും നയനാരും VS അച്യുതാനന്ദനും ഒക്കെ ഇരുന്ന കസേരയിലെ കോടിയേരി ബാലകൃഷ്ണൻ പോലുള്ള ആളുകൾ ഇരുന്ന കസേരയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് ശ്രീമാൻ MV ഗോവിന്ദന് ആ ബോധ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആലോചിക്കുക, EMSനെ പോലുള്ള ഒരു താത്വിക ആചാര്യൻ, VS അച്യുതാനന്ദനെ പോലെ ഒരു ലെജൻഡ്, EK നയനാനെ പോലെ ഒരു സംഘടനാ പാഠവുമുള്ള ഒരു നേതാവ്, അങ്ങനെ എത്രയെത്ര അധികായന്മാരിരുന്നിട്ടുള്ളൊരു കസേരയാണ് ആ സംസ്ഥാന സെക്രട്ടറിയുടെ കസേര. ആ കസേരയിൽ സത്യത്തിൽ പിണറായി വിജയനെ നമുക്ക് അതിനകത്ത് കൂട്ടാൻ പറ്റില്ല. കാരണം അയാളൊരു പ്രത്യേക ജെനുസാണ്. അയാളെ കുറിച്ചിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അയാൾ ഇരുന്നിട്ടുള്ള ഒരു 4 ടേം ഞാൻ അങ്ങ് മാറ്റി വെക്കുകയാണ്. കാരണം അയാളെ അധികായൻ എന്നൊന്നും നമുക്ക് വിശേഷിപ്പിക്കാനേ കഴിയില്ല. ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, എല്ലാത്തരം നിക്ഷിപ്ത താല്പര്യങ്ങളെയും കൂട്ടുപിടിച്ച് പാർട്ടിയിൽ അധികാരം പിടിച്ച് 4 ടേം സെക്രട്ടറിയായി ഇവിടെ ഇരുന്നതുകൊണ്ട് അയാളെ ഞാൻ അതിനകത്ത് കൂട്ടുന്നില്ല, മാറ്റി നിർത്തി. ഇപ്പോൾ ഇരിക്കുന്ന MV ഗോവിന്ദൻ ഇപ്പോൾ 2ാം ടേമിലാണ് ഇപ്പം ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണന് പ്രത്യേക സാഹചര്യങ്ങളിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം വന്നു. പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് സംസ്ഥാന സമ്മേളനം കൂടി തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ 2ാമത്തെ ടേമിൽ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഇരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ അയാൾ പോളിറ്റ് ബ്യൂറോയിലും അംഗമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു പാർട്ടി സെക്രട്ടറി പോയിട്ട് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ എങ്കിലും നിലവാരം ഈ മനുഷ്യനുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ സുഹൃത്തുക്കളെ? അയാൾ ഓരോ കാര്യങ്ങൾ ഞാനൊന്നും എടുത്തു പറയുന്നില്ല. അയാളുടെ ഓരോ കാര്യങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ എത്ര ദയനീയമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര ദയനീയമാണ്. ഏറ്റവും വലിയൊരു പാർട്ടിയല്ലേ, ലക്ഷക്കണക്കിന് 5 ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളുള്ള ഒരു പാർട്ടി. ആലോചിച്ച് നോക്ക്. ആ പാർട്ടിയിലാണ് ഈ ഗോവിന്ദനെ പോലൊരു സബ്സ്റ്റാൻഡേർഡ് ഒരു മെറ്റീരിയൽ കഴിഞ്ഞ 3-4 വർഷക്കാലമായിട്ട് തുടർന്ന് ഈ പാർട്ടിയുടെ ഒരു ദുര്യോഗം എന്നല്ലാതെ എന്ത് പറയാനാണ് നമുക്ക്? ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം 2-3 കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ ഞാൻ കാണാനിടയായി. ആ പ്രതികരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്
എത്ര തരം താഴ്ന്ന ഒരു ബൗദ്ധിക നിലവാരവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ഇയാൾ എന്ന് എനിക്ക് തോന്നിയത്. സംഘടനാ പാഠമൊന്നും പറയുന്ന അയാളുടെ അടുത്തൂടെ പോയിട്ടില്ല. അയാൾക്ക് ഒരു കാര്യത്തെക്കുറിച്ചിട്ടും ഒരു ബോധവുമില്ല. എന്ത് 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 ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. സത്യത്തിൽ ഈ പാർട്ടി ഏതാണ്ട് തീരാൻ പോകുന്ന പാർട്ടിയുടെ ഒരു 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 പിന്നെ സ്വാഭാവികമായിട്ടൊരു പരിണാമം എന്നുള്ള നിലയിൽ നമ്മളതിനെ കാണണമെന്ന് തോന്നുന്നു. അയാളോട് പത്രപ്രവർത്തകർ ചോദിക്കുന്ന 3 കാര്യങ്ങൾ സംബന്ധിച്ച് അയാളുടെ മറുപടിയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അയാളുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള അയാളുടെ മാധ്യമപ്രവർത്തകരോടുള്ള ഒരു പ്രതികരണം. ഇത്ര മോശമായിട്ടുള്ള ശരീരഭാഷ, അഹങ്കാരത്തിൻ്റെ ഭാഷ, താൻ പ്രമാണിത്വത്തിൻ്റെ ഭാഷ, താനാണ് എല്ലാം എന്നുള്ള ബോധ്യത്തിൻ്റെ ഒരു ഭാഷ, അതാണ് അയാളെ നയിക്കുന്നത്. സത്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പോലൊരു മനുഷ്യൻ, VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആൾ പോലും വലിയ കടുംപിടുത്തക്കാരനാണ്. പക്ഷേ അയാളും ഇതുപോലെ VS ഇതുപോലെയൊന്നും എത്ര തരം താഴ്ന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നായനാരുടെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം വളരെ ജോവിയലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യൻ. ആ സ്ഥാനത്തിരിക്കുന്ന ഈ ഗോവിന്ദൻ, ഞാനതുകൊണ്ടാണ് അയാളെ ഗോയിന്ദൻ എന്ന് പറയുന്നത്. ഗോവിന്ദൻ എന്ന് പോലും പറയാൻ അർഹനല്ലാത്തൊരു മനുഷ്യൻ. അയാൾ 3 കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതുണ്ട്. അപ്പം പ്രതികരണത്തിനൊരു ശൈലി എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ള ഒരു 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 അഹങ്കാരത്തിൻ്റെ ഭാഷയാണ്. നീ ആരാടാ അതിൻ്റെ അടുത്ത് ചോദിക്കാൻ? പുഴുക്കളെ പോലെയാണ് മാധ്യമപ്രവർത്തകരെ അയാൾ കൈകാര്യം. പക്ഷെ പുഴുക്കളെ പോലെ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുമ്പോഴും അയാൾ പാർട്ടി അണികളെയും ജനങ്ങളെയുമാണ് അയാൾ അഭിസംബോധന ചെയ്തതെന്നുള്ള തോന്നൽ അയാൾക്കില്ല. അത് 3 വിഷയങ്ങളാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ആ വിഷയത്തിൽ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുകയാണ്. സത്യം അയാൾ പറയുകയാണ് ഇത് KC വേണുഗോപാലാണ് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്ന് കയറ്റിയത് എന്നയാൾ പറയുന്നു. അതുപോലെ തന്നെ ഈ ശബരിമല പെരുങ്കൊള്ളയിൽ എല്ലാവരും കോൺഗ്രസ്സുകാരാണ് എന്നാണ് അയാൾ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ആലോചിച്ച് നോക്കും. CPM-കാരായിട്ടുള്ള 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഏതാണ്ട് 2 മാസക്കാലത്തിലധികമായി ജയിലിൽ കിടക്കുകയാണ്. N. വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. അയാളുടെ റിമാൻഡ് ഇപ്പോൾ 14 ദിവസം വീണ്ടും നീട്ടി. A. പത്മകുമാർ എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 3-4 പതിറ്റാണ്ട് കാലം പത്തനംതിട്ട പാർട്ടി നേതാവായിരുന്നു. കോന്നി MLA ആയിരുന്നു. അയാൾ നവംബർ 20 മുതൽ ജയിലിൽ കിടക്കുകയാണ്. അയാൾക്ക് നടപടി പോലും എടുത്തിട്ടില്ല. എന്നിട്ടും ഇയാൾ വന്നിരുന്ന് പൊട്ടത്തരം വിളിച്ച് വിളമ്പുകയാണ്. അയാൾ പറയുകയാണ് അത് പിന്നെ എല്ലാം കോൺഗ്രസ്സുകാരാണ് അയാൾ പറയുകയാണ്. അതിനുശേഷം അയാളോട് നടപടി എന്തെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞങ്ങൾ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ നടപടി എടുക്കുമെന്നാണ് പറയുന്നത്. എന്തോ ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കി. പാർട്ടി അണികളുടെ ഒരു ഗതികെട്ടൊരവസ്ഥയാണ് ഞാൻ പറയും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ അപ്പോൾ അതാണ് അയാളുടെ ഒന്നാമത്തെ പ്രതികരണം. ആ പ്രതികരണങ്ങൾ പിന്നെ നിങ്ങളൊന്ന് കേൾക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതാണ് ഇനി നിങ്ങളൊന്ന് കേൾക്കാൻ പോകുന്ന പ്രതികരണം. മറുപടി പറയാതെ എങ്ങനെ പറ്റാൻ? നിങ്ങൾ പോയി നോക്കും, ഒന്ന് പോയി അന്വേഷിച്ച് നോക്കും. ഏതിൻ്റെ നിങ്ങൾക്കെന്താ ജയ്ഹിന്ദ് കൊമ്പുണ്ടോ? ജയ്ഹിന്ദാ ഏത് പാർട്ടീൻ്റെ? അതെ, കോൺഗ്രസ് പാർട്ടീൻ്റെ ചാനലായതുകൊണ്ട് കരുണാകരൻ കാണാൻ പറ്റില്ല. എന്നിട്ട് വേണ്ട നിങ്ങൾക്ക് കാണാൻ കൊമ്പുള്ള ജയ്ഹിന്ദ്? ഞാൻ വരൂല്ലല്ലോ. അതുകൊണ്ടാണ് വേറെ ആളെ കൂട്ടിക്കോ. എന്നെ കൂടെ ഉണ്ടാ വേറെ ആരെങ്കിലും കൂട്ടിക്കോ. നിങ്ങളെ വേറെ ആരെങ്കിലും കൂട്ടി കാണും. എന്നിട്ട് നമുക്ക് അടുത്ത പത്രസമ്മേളനം പറയുമ്പോൾ പറയാം. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയും ഉത്തരം കിട്ടാതെ ചോദ്യം അവരുടെ മുന്നിൽ ഉയർന്നു വരികയും ചെയ്തപ്പോൾ അവരാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് അതിൽ യാതൊരു വ്യത്യാസമില്ല. നിലപാട് വളരെ കൃത്യമാണ്. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനുമില്ല. അതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യം വ്യക്തമാക്കാനുള്ളത്. ഇപ്പോൾ മാധ്യമങ്ങൾക്കൊന്നും പണ്ടത്തെ പോലെ ഒരു ഉഷാറില്ല. എന്തായിരുന്നു നിങ്ങളുടെയെല്ലാം നിലപാട്? കേരളത്തിലുടനീളം പത്രസമ്മേളനം നടത്താനേ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ. എന്താ ചോദ്യം? ഇപ്പോൾ ചോദ്യവുമില്ല, ഉത്തരവുമില്ല. കാരണം ഞങ്ങൾ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഞങ്ങൾക്ക് മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. മാറ്റി പറയുന്നത് UDF-ഉം അതുപോലെ തന്നെ BJP-യാണ്. ശബരിമല കൊള്ളയിലെ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് അവരെല്ലാം നിൽക്കുകയാണ്. അതാ സ്ഥിതി. അതെല്ലാം ജയിലുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിന് കൃത്യമായിട്ട് വരട്ടെ, അന്നേരം തീരുമാനിക്കും. എല്ലാം കോൺഗ്രസ് ആണ്. ആരല്ലാതെ എല്ലാം കോൺഗ്രസുമായി ബന്ധപ്പെട്ട. കോൺഗ്രസ് അല്ലേ KC വേണുഗോപാലനാണ് പോറ്റിയെ കയറ്റിയെ. വേറെ ആരെങ്കിലും വന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. KC വേണുഗോപാലൻ പോറ്റിയെ കയറ്റിയത്. അപ്പോൾ അയാൾ ജയിലല്ലേ? അല്ല, ഈ പറയുന്ന ആൾ ജയിലല്ലേ? ഈ പറയുന്ന
മുരാരി ഉൾപ്പെടെയുള്ള എല്ലാം ജയിലിലാണ്. അവരെല്ലാം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായിരുന്നു. ഞങ്ങളതൊന്നും പറയാനിട്ടാണ്. അവരെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരുമാണ് അതാത് മേഖലയിൽ. അങ്ങനെ മാത്രം ഞാൻ പറഞ്ഞില്ലല്ലോ. കോൺഗ്രസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ് ഉണ്ട്, അതുപോലെ BJP ഉണ്ടെങ്കിൽ BJP ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന വളരെ പ്രധാനപ്പെട്ട ഈ വിഭാഗങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് രണ്ടിൽ പെട്ട് തന്നെയാണ്, ഒന്നും പെടാതൊന്നുമല്ല. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ എന്താണ് ചാർജ് ഷീറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ നിലപാട് പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ഞങ്ങൾ സ്വീകരിക്കും. അതിൽ മറച്ചു വെക്കാൻ ഞങ്ങൾ ഒന്നുമില്ല. അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയാതെ. അതുകൊണ്ട് അത് പറഞ്ഞിട്ടാണ് കുറേ നടന്നത്. ഇപ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾക്കും പറയാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. അതൊരു പൊതുയോഗത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും നിങ്ങളും എല്ലാം പോകുന്ന സന്ദർഭത്തിൽ വരുന്നതിന് ആരായി ഉത്തരവാദി? എത്ര ബാലിശമായ ചോദ്യമാണ്. ഒരു പൊതുയോഗം നടക്കുന്നു, ആ പൊതുയോഗത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ആ പരിപാടി പങ്കെടുക്കുന്നു. ആ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ എവിടെയോ ഒരു ഭാഗത്ത് ഈ പറയുന്ന പൂച്ചയുണ്ട് എന്നുള്ളതുകൊണ്ട് അതാണ് ഇവിടെ വളരെ വലിയ ചോദ്യമായിട്ട്. ഇത് രണ്ടും രണ്ടല്ലോ. നിങ്ങൾക്ക് ചോദിക്കുന്നതിന് എന്തെങ്കിലും ഒരു വ്യവസ്ഥ വേണ്ടേ? ന്യായമായ ചോദ്യമല്ലേ ചോദിക്കേണ്ടത്? ഒരു പൊതുയോഗത്തിൽ ഒരാൾ പങ്കെടുത്ത യോഗത്തിൽ പിണറായി വിജയൻ പങ്കെടുത്തല്ലോ, പ്രസംഗിച്ചല്ലോ എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം? അതൊന്നുമല്ല ഇവിടെ കാര്യം. വളരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഒന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഈച്ച പോലും കടക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള കൃത്യമായിട്ടുള്ള കാവൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പെരുങ്കള്ളന്മാരും ഇപ്പോഴത്തെ രണ്ട് MP മാരും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എങ്ങനെ പങ്കെടുത്തു, എങ്ങനെ അവരെ കാണാൻ സാധിച്ചു എന്നുള്ളതല്ലേ ചോദ്യം. ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറുപടി പറയാൻ പറ്റില്ല. നിങ്ങൾ ജയ്ഹിന്ദിൻ്റെ ഒക്കെ ആളായിരിക്കും, പക്ഷെ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ മറുപടി പറയാൻ പറ്റാത്തത്. കേട്ടല്ലോ എന്തൊക്കെ പൊട്ടത്തരകളാണ് ഇയാൾ വിളിച്ചു പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രതികരണം എന്താണെന്നറിയോ? രണ്ടാമത്തെ പ്രതികരണം എന്ന് പറയുന്നത് സോണിയാഗാന്ധി പിന്നെ ഈയുടെ ഇടപെടൽ ഇതിനകത്ത്. സോണിയാഗാന്ധിയെ കാണാൻ ആർക്കെങ്കിലും പറ്റുമോ? അപ്പോൾ അവിടെ ഇരുന്ന ജയ്ഹിന്ദിൻ്റെ പ്രതിനിധി പറഞ്ഞു ഞങ്ങൾ പോയാൽ പോലും നിങ്ങൾക്ക് എവിടെ പോയാൽ കാണാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് അവരോടൊക്കെ തട്ടിക്കയറുക. എന്നിട്ട് സോണിയാഗാന്ധിയെ കാണാൻ കരുണാകരന് പോലും കഴിഞ്ഞിരുന്നില്ല. അയാൾ പറയാം കരുണാകരൻ എപ്പോഴോ സോണിയാഗാന്ധിയായിട്ട് തർക്കം ഉണ്ടായപ്പോൾ കേരളത്തിൽ വന്നിട്ട് എനിക്ക് അവരെ കാണാൻ പറ്റിയില്ല എന്നങ്ങോട്ട് ഒരു പ്രാവശ്യം പറഞ്ഞതേ ഉള്ളൂ. കരുണാകരന് സോണിയാഗാന്ധിയായിട്ടുള്ള അടുപ്പം എന്തായിരുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ കരുണാകരന് പോലും കാണാൻ പറ്റില്ല. അയാൾ വെട്ടി വിളമ്പുകയാണ്. എന്നിട്ട് ആർക്കും കാണാൻ പറ്റാത്ത സോണിയാഗാന്ധിയെ ഇവർ കണ്ടു, അപ്പോൾ അത് വലിയ ഗൗരവമുള്ള കാര്യമല്ലേ എന്നൊക്കെയാണ് ഇയാൾ ചോദിക്കുന്നത്. എന്തോ ചെയ്യും നമ്മൾ? സോണിയാഗാന്ധിയെ കാണാനായിട്ട് ഈ ഉണ്ണിക്കണ്ണൻ പോയിട്ട് 2014 മറ്റാ പോയത്. അവിടെ ചെന്നൊരു ചെരടും കെട്ടിയിട്ട് അയാൾ ഇറങ്ങി പോന്നു. ശബരിമലയിൽ നിന്നാണെന്നും പറഞ്ഞ് ചെന്നപ്പം കാണാനും സമയം അനുവദിച്ചു. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ എന്ത് കാര്യം അതിനകത്തുള്ളൂ. അതൊക്കെ കിടന്ന് തട്ടി മൂളിക്കുകയാണ് ഇയാൾ. അപ്പോൾ ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു അങ്ങനെയെങ്കിൽ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പിണറായി വിജയൻ ഒരു പരിപാടിയിൽ പങ്കെടുത്തല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇയാൾ അവിടെ ഇരുന്ന് പറയുകയാണ് അതൊരു പൊതുയോഗമല്ലായിരുന്നോ? അയാൾ പറയുകയാണ് അതൊരു പൊതുയോഗം നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ എവിടെയോ ഒന്ന് ഇയാൾ നിന്നു, അങ്ങനെ വന്നതല്ലേ. ഞാൻ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അയാൾ പറയുക എടാ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വാഹനത്തിൻ്റെ താക്കോൽദാന ചടങ്ങിൽ 4-5 പേര് മാത്രം പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് താക്കോല് വാങ്ങിക്കുകയാണ് ചെയ്തത് പിണറായി. അതാണ് യഥാർത്ഥത്തിൽ. അതിന് ഇയാൾ പൊട്ടത്തരം വിളിച്ച് പറയുകയാണ് അതൊരു പൊതുയോഗമായിരുന്നു പോലും. ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അതാണ് അടുത്ത പ്രതികരണം. ആ പ്രതികരണവും നമുക്കിനി ഒന്ന് കേൾക്കാം. ഇല്ല സോണിയ ഞാൻ മലയാളത്തിൽ ശരിയായ മലയാളത്തിൽ വളരെ നിർത്തി മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞത്. ഈ ലോകം മുഴുവൻ കേൾക്കുന്നില്ലേ ഇത്? നിങ്ങൾക്ക് മാത്രം മനസ്സിലാവാതെ എന്താ? അത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണല്ലോ. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ സുഹൃത്തെ. സോണിയാഗാന്ധിയെ സാധാരണ രീതിയിൽ കാണൽ തന്നെ പ്രയാസം അല്ലേ? ആണോ? നിങ്ങൾ പോയാൽ പറ്റി സോണിയാഗാന്ധിയെ കാണാൻ പറ്റുമോ? അല്ല നിങ്ങൾ പത്രപ്രവർത്തനാണല്ലോ, കാണാൻ പറ്റുമോ നേരിട്ട്? എന്താ മറുപടി പറയാതെ എങ്ങനെ പറ്റാൻ? നിങ്ങൾ പോയി നോക്കും, ഒന്ന് പോയി അന്വേഷിച്ച് നോക്കും. ഏതിൻ്റെ നിങ്ങൾക്കെന്താ ജയ്ഹിന്ദ് കൊമ്പുണ്ടോ? ജയ്ഹിന്ദാ ഏത് പാർട്ടീൻ്റെ? അതേ കോൺഗ്രസ് പാർട്ടീൻ്റെ ചാനലായതുകൊണ്ട് കരുണാകരൻ കാണാൻ പറ്റില്ല. എന്നിട്ട് വേണ്ടത് നിങ്ങൾക്ക് കാണാൻ കൊമ്പുള്ള ജയ്ഹിന്ദിന്? ഞാൻ വരൂല്ലോ. അതുകൊണ്ടാണ് വേറെ ആൾ കൂട്ടിക്കോ. എന്നെ കൂടെ ഉണ്ടാ വേറെ ആരെങ്കിലും കൂട്ടിക്കോ. നിങ്ങളെ വേറെ ആരെങ്കിലും കൂട്ടി കാണും. എന്നിട്ട് ആകുമ്പോൾ നമുക്ക് അടുത്ത പത്രസമ്മേളനം പറയുമ്പോൾ പറയാം കാണും. എന്നെ കൂടെ ഉണ്ടാ വേറെ ആരെങ്കിലും കൂട്ടിക്കോ. നിങ്ങൾ കോൺഗ്രസിൻ്റെ നേതാവിനെ കൂട്ടിക്കോ. നേതാവിനെ കൂട്ടിക്കോ. കോൺഗ്രസിൻ്റെ നേതാവിനെ കൂട്ടിയിട്ട് നിങ്ങൾ കാണും. എന്നിട്ട് ഞാൻ കണ്ടു എന്ന് പറയാം. അതാ കരുണാകരൻ പറഞ്ഞാൽ ഞാൻ ഉദ്ധരിച്ചത്. കരുണാകരൻ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്?
ഞാൻ കൃത്യമായി മലയാളം നിങ്ങൾക്ക് എന്താ എന്തിനാണ് സോണിയാഗാന്ധി ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒന്നും കൂടി ആവർത്തിക്കാം, മനസ്സിലാവാതെ നിങ്ങളെപ്പോലും രണ്ടാളാളുണ്ട്, അത് അവർക്ക് വേണ്ടി പറയാം, അല്ല ജനങ്ങൾക്ക് വേണ്ടി പറയാം, ഒന്നും കൂടി പറയാം. ഇതിങ്ങനെയാണ്, സോണിയാഗാന്ധിയെ സാധാരണ രീതിയിൽ കാണാൻ പറ്റില്ല, കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും കാണാൻ സാധിക്കില്ല. എന്നിട്ട് ജയിലിൽ ടി വിൻ്റെ പ്രതിനിധി കാണാൻ കരുണാകരന് പോലും സാധിച്ചില്ല എന്നുള്ളത് കരുണാകരൻ തന്നെ കേരളത്തിൽ വന്ന് പറഞ്ഞാണ്. അന്ന് മുതലേ അതെ, ഇന്നും അതെ. അങ്ങനെയുള്ള ഒരാളുടെ ആര് കാണാനാണ് തീരുമാനിച്ച് എത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇനി മൂന്നാമത്തെ പ്രതികരണം പയ്യന്നൂരിൽ ഉണ്ടായ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. കുഞ്ഞികൃഷ്ണൻ നമ്മളോട് പറഞ്ഞ എന്താണെന്ന് നമുക്കറിയാം. അതിനകത്ത് നടന്ന പെരുംകൊള്ള എന്താണെന്ന് നമുക്കറിയാം. ആ പെരുംകൊള്ള നടത്തി ആരാണെന്ന് നമുക്കറിയാം. ഇതൊക്കെ പൊതുമണ്ഡലത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അയാളെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ഇയാളുടെ മറുപടി ഒന്ന് കേൾക്ക് സുഹൃത്തുക്കൾ. മനസ്സില്ല, സൗകര്യമില്ല. പാർട്ടി ഫണ്ട് അത് ഞങ്ങൾക്കത് ജനങ്ങളോട് പറയേണ്ട കാര്യമൊന്ന് ആലോചിച്ച് നോക്ക്. ധനരാജ് എന്ന് പറഞ്ഞ രക്തസാക്ഷി കുടുംബത്തിന് വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണം അത് തട്ടിപ്പ് നടത്തി വെട്ടിപ്പ് നടത്തി എന്ന് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം തന്നെ കാര്യകാരണ സഹിതം പുറത്തു കൊണ്ടുവന്ന കാര്യത്തിൽ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയാം, അത് ഞങ്ങൾക്ക് പുറത്തു പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ ജനങ്ങളോട് പിരിക്കും, പക്ഷേ ഞങ്ങൾ പാർട്ടിയിൽ മാത്രമേ അത് പറയുള്ളൂ. എന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഗതികെട്ട അവസ്ഥയാണ്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനുള്ള ഒരു പ്രതികരണവും കൂടി നിങ്ങൾ പിന്നെ എൻ്റെ പ്രേക്ഷകരൊന്ന് കേൾക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആരാ വെല്ലുവിളിക്കുക? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാൾ പിന്നെ എന്ത് വെല്ലുവിളി വിളിക്കുക? ഞങ്ങളതൊന്നും അന്വേഷിക്കാനേ പോകുന്നില്ല, അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് മലയാളിലെ പറയുന്നു. ഏത് കണക്കെല്ലാം ഞങ്ങൾ പറഞ്ഞില്ലേ? മനസ്സില്ല പോരെ. കുഞ്ഞിട്ടം പറയുന്ന ചോദ്യം കൊണ്ട് പുറപ്പെട്ടിരിക്കുക ചെറിയ ആൾ. നിങ്ങൾ കുറേ കൊല്ലം നടക്കും, അത് അത്രയൊന്നും കാലം നടക്കില്ല, വളരെ ചുരുക്കം സമയം കൊണ്ട് അവസാനിക്കും. ഏതാ ഏഷ്യാനെറ്റാണോ? പിന്നെ വേറെന്താ? ഇല്ല, തുറക്കേണ്ട വരുന്നില്ല, ഒരു കാര്യമില്ല, തുറക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞാണ്, ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഞങ്ങൾക്ക് യാതൊന്നും മറച്ചു വെക്കാനില്ല. അത് ഞാൻ മിനിഞ്ഞ 2-3-4 ദിവസം മുമ്പേ പറഞ്ഞു. അപ്പോൾ ഇന്നലെ കുഞ്ഞികൃഷ്ണൻ എടുത്ത നിലപാട്, കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കിയതാണ്. പിന്നെ കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കി കുഞ്ഞികൃഷ്ണനെ മഹത്വവൽക്കരിച്ചിട്ടാണോ സംസാരിക്കുക? വിമർശനാത്മകമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ചീത്ത പറയാനൊന്നും പോയിട്ടില്ല. നല്ല രീതിയിൽ പയ്യന്നൂരിൻ്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയോ ഒരു കുഞ്ഞികൃഷ്ണന് സാധിക്കില്ല എന്ന കൃത്യമായ കാര്യം ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂടി പ്രതികരണമാണ് ഇന്നലത്തെ സ്വീകരണ യോഗം എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. വെല്ലുവിളിക്കൊന്നും ഞാൻ അതൊന്നും ഏറ്റെടുക്കാനേ പോകുന്നില്ല. ആരാ വെല്ലുവിളിക്കുക? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാൾ പിന്നെ എന്ത് വെല്ലുവിളി വിളിക്കുക? ഞങ്ങളതൊന്നും അന്വേഷിക്കാനേ പോകുന്നില്ല, അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് മലയാളിലെ പറയുന്നു. ഏത് കണക്കെല്ലാം ഞങ്ങൾ പറഞ്ഞില്ലേ? മനസ്സില്ല പോരെ. കുഞ്ഞിട്ടം പറയുന്ന ചോദ്യം കൊണ്ട് പുറപ്പെട്ടിരിക്കുക ചെറിയ ആൾ. നിങ്ങൾ കുറേ കൊല്ലം നടക്കും, അത് അത്രയൊന്നും കാലം നടക്കില്ല, വളരെ ചുരുക്കം സമയം കൊണ്ട് അവസാനിക്കും. ഏതാ ഏഷ്യാനെറ്റാണോ? അല്ലാതെ ചോദിച്ചത് റിപ്പോർട്ടർ. ശരി, ഇല്ല, കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ചർച്ചയില്ല. കുഞ്ഞികൃഷ്ണൻ്റെ കണക്ക് നോക്കേണ്ട ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായ കണക്കുണ്ട്. പിന്നെ എന്തിനാ കുഞ്ഞികൃഷ്ണൻ്റെ കണക്ക് നോക്കുന്നു? കുഞ്ഞികൃഷ്ണൻ എന്തെല്ലാം പറയാനിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ഞങ്ങളാരെങ്കിലും മുകളിൽ എടുക്കുമോ? ഏത് കണക്ക്? പിന്നെന്താ, എല്ലാം അവതരിപ്പിച്ചതല്ലേ, പാർട്ടിക്ക് ഉടനീളം പറഞ്ഞതല്ലേ, പാർട്ടിയിൽ ഉടനീളം നമ്മൾ റിപ്പോർട്ട് ചെയ്തതല്ലേ. ഞങ്ങളുടെ കണക്കില്ലേ, ആ കണക്ക് ഞങ്ങൾ അവതരിപ്പിക്കും. അതിനെന്താ കുഴപ്പം? ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും, പറഞ്ഞില്ലേ? പിന്നെന്താ? ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? അതുപോലെ ജനങ്ങൾ പാർട്ടി മെമ്പർമാർ മാത്രമാണോ? നമുക്ക് നോക്കാം, എങ്ങനെയാണ് നിങ്ങൾക്ക് നിർദ്ദേശമുണ്ടോ പറയാം. പൊതുവേദിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കും. കേസ് കൊടുക്കുക. അതാ പറഞ്ഞ കേസ് MP ജയരാജൻ കേസ് കൊടുക്കും. എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാനും കേസ് കൊടുക്കും. പിന്നെന്താ? തോന്നിവാസം പറയാൻ പുറപ്പെട്ടാൽ അതിന് കേസ് കൊടുക്കും. ജയരാജേട്ടൻ പറഞ്ഞാലും ഗോവിന്ദമാഷ് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇമാതിരി തോന്നിവാസം എന്തെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകത്തിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കേണ്ടി വരും. കേട്ടല്ലോ. അപ്പൊ ഈ പാർട്ടിയുടെ ഒരു ഗതികേട് എന്താണ് എന്നുള്ളത്, ഒരു പ്രെഡിക്കാമെന്റ്, ഈ പാർട്ടിയുടെ ഒരു പ്രെഡിക്കാമെന്റ് എന്താണെന്നുള്ളത് ബോധ്യമായല്ലോ. ഇതാണ് ഈ പാർട്ടിയുടെ അവസ്ഥ. ഇതുകൊണ്ടാണ് ഈ പാർട്ടി തീരാൻ പോകുന്നു എന്ന് പറഞ്ഞത്. ഇതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിൻ്റെ നിലവാരം.
ഈ നിലയിലാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് ജനങ്ങളോട് പ്രതികരിക്കുന്നത്. അതും ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു നിൽക്കുന്ന സമയമാണെന്ന് ആലോചിക്കണം. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാണെന്ന് ആലോചിക്കണം. ഏറ്റവും മാന്യമായ ഭാഷയിൽ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ അവരുമായി താതാത്മ്യം പ്രകടിപ്പിക്കേണ്ട തരത്തിൽ അവരോട് സംസാരിക്കേണ്ട സമയത്താണ് ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് ഈ അഹങ്കാരത്തിൻ്റെ, ഈ താൻ പ്രമാണിത്വത്തിൻ്റെ ഈ ഭാഷ ജനങ്ങളോട് സംസാരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പാർട്ടി തീരുകയാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഫലനമായി ഈ പാർട്ടി സെക്രട്ടറിയുടെ ഇത്തരത്തിലുള്ള ഈ അഹങ്കാരത്തിൻ്റെ ഭാഷയെ നമ്മൾ കാണണം എന്നാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.